ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഹന്ന ഷഫീദ്. അപ്പോൾ ഗായ്സ്, ഇന്നെന്താ പരിപാടി വെച്ചാൽ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് ഗായ്സ്. കാരണം എന്താ വെച്ചാൽ ഇന്ന് മെയ് 8 അപ്പോൾ നമ്മളെ റിസൾട്ടും കാര്യമൊക്കെ വന്നിരിക്കുകയാണ്. അത് പറയുമ്പോൾ ഇന്ന് ചെറിയൊരു പരിപാടി. അപ്പോൾ റിസൾട്ട് വന്ന് ഞാൻ പാസ്സായിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ എന്താ ഇപ്പോൾ ഇതിന് പ്രത്യേകത വെച്ചാൽ, ഈ ഒരു റിസൾട്ട് വന്നിട്ട് ഞാൻ ഫെയിലായി പോയിട്ടുണ്ടെങ്കിൽ 1 ഇയർ 1.5 ഇയർ ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വരുമായിരുന്നു. കാരണം ഞങ്ങൾക്ക് ഇയർ ഔട്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ജയിക്കണം അങ്ങനെ വിചാരിച്ച് എഴുതിയതേനു. പക്ഷെ എഴുതി കഴിഞ്ഞപ്പോൾ ചിലതൊക്കെ ഞാൻ ഫെയിലാവും അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു കേട്ടോ. അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ പാസ്സായി ഗൈസ്. പിന്നെ എൻ്റെ ക്ലാസ് ഒരുവിധം കുട്ടികൾ ഫെയിലായവരുണ്ട്, നല്ല മാർക്ക് കിട്ടിയവരുണ്ട്. അപ്പം ഞാൻ ജയിച്ച്. അപ്പോൾ ഞങ്ങളിന്ന് വിചാരിച്ച എല്ലാവരും കൂടി കേക്ക് കട്ട് ചെയ്താലോ എന്ന്. അപ്പോൾ ഷെഫി ഉണ്ടല്ലോ നാട്ടിൽ. അപ്പോൾ ഞങ്ങളിങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. കേക്ക് വാങ്ങാൻ പോയി. കേക്കൊക്കെ കിട്ടി, താഴത്തുണ്ട്. ഇനി നമ്മൾ കേക്ക് കട്ട് ചെയ്യണം. ബാക്കി പരിപാടി എന്താ വെച്ചാൽ ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഞാൻ പാസ്സാവും കാര്യം. കാരണം എന്താ വെച്ചാൽ ഞാൻ പണ്ട് എൻ്റെ ഫ്രണ്ട്സുകളോട് പറയുന്നു, ഞാൻ അഥവാ ജയിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കേക്ക് മുറുക്കി ഉറപ്പാണ്. കാരണം അത്രക്കും ടഫും കാര്യവും ഞങ്ങൾക്ക് എക്സാം. അതിൽ ഞാൻ എന്തോ ഭാഗത്തിൻ്റെ രക്ഷപ്പെട്ടു. പിന്നെ എൻ്റെ ഫ്രണ്ട്സുകൾ ചിലവരൊക്കെ ഫെയിലായിട്ടുണ്ട്. അവർക്ക് ഇനി അടുത്ത കൊല്ലം എഴുതാൻ പറ്റുള്ളൂ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പം നമുക്ക് 1 ഇയർ ഇയർ ഔട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അതിൽ ഞാൻ രക്ഷപ്പെട്ട്. അതിനെ സംബന്ധിച്ച് എനിക്ക് വലിയൊരു കാര്യം തന്നെ. അപ്പോൾ ഞാൻ വിചാരിച്ച് ജസ്റ്റ് ഒരു പരിപാടി കഴിക്കാമെന്ന്. അപ്പോൾ നമുക്ക് ബാക്കി കാണാം. നമ്മളിവിടെ അടുത്തുള്ള ഒരു ഹോം ബേക്കേഴ്സിന് തന്നെ ഒരു ഓർഡർ കൊടുത്തായിരുന്നു. അപ്പോൾ അവർ കറക്റ്റ് ടൈമിന് തന്നെ എത്തിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ അവരോട് പറഞ്ഞ കളർ കോംബോ എന്ന് പറയുന്ന എൻ്റെ ഡ്രസ്സിന് മാച്ച് ആക്കിയിട്ടുള്ള കളറും കാര്യമൊക്കെയാണ്. അപ്പോൾ അതിന് മാച്ച് ആയിട്ടുള്ള വൈറ്റ് ആൻഡ് ബ്ലൂ കളർ വരുന്ന ഇതിലായിട്ടുണ്ട്. പക്ഷേ ജസ്റ്റ് ഒന്ന് കൺഗ്രാറ്റ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷെ അത് ക്ലിയർ ആയിട്ട് കാണുന്നില്ല കേട്ടോ. പിന്നെ അങ്ങനെ നമ്മൾ കേക്കൊക്കെ പിടിച്ച് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വിചാരിച്ച്. കാരണം കേക്ക് മുറിക്കുന്ന മുമ്പേ നല്ല വീഡിയോസൊക്കെ എടുക്കാണല്ലോ. അങ്ങനെ ഞങ്ങളിതാ ലാസ്റ്റ് കേക്ക് മുറിക്കട്ടെ ഗൈസ്. ഇനൂസിനാണ് കേക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇനൂസിന് ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ചിട്ട് കേക്ക് കൊടുക്കാനേയും പ്ലാൻ ഇട്ടെ. പക്ഷെ അത് പാളിപ്പോയി. കാരണം എന്താ വെച്ചാൽ ഇനൂസിന് ഉറക്കത്തിന് എണീപ്പിച്ചുകൊണ്ട് ഫുഡൊക്കെ തട്ടിയിടേനും വേണ്ട പറഞ്ഞിട്ട് ആ സമയത്ത് തന്നെ ഷെഫി സർപ്രൈസും കാര്യമൊക്കെ തന്ന്. അപ്പോൾ ഞാൻ എന്താണ് സംഭവം ഒന്നും കാര്യമായിട്ട് നോക്കുക. അപ്പോൾ ഫസ്റ്റ് വൺ റിങ് ആയിരുന്നു. പിന്നെ രണ്ടാമത് എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് നമ്മളെ ഓർണമെൻറ്റ്സിൽ ഏറ്റവും ഇഷ്ടമുള്ള ചെയിനാണ്. അപ്പോൾ ഷെഫിക്ക് അത് അറിയുന്നതുകൊണ്ട് ഷെഫി ഒരു ചെയിൻ വാങ്ങി തന്ന്. പിന്നെ അതാ ഷെഫി വാങ്ങി തന്ന റിങ് ഷെഫി ഇങ്ങനെ ഇട്ട് തരാണ്. അതിൻ്റെ കൂടെ ഞാൻ കേക്കും കഴിക്കുന്നുണ്ട്. പിന്നെ ഷെഫിയാണ് ഇത് വീഡിയോസും കാര്യമൊക്കെ എടുത്ത് തരുന്നത്. പിന്നെ എന്താ ഷെഫി കാണിക്കുന്നുണ്ട്, റിങ്ങൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഷെഫി ചിരിക്കുന്നുണ്ട്. ലാസ്റ്റ് ഇതാണ് കേട്ടോ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ. ഇതൊക്കെ കഴിഞ്ഞ് കേക്ക് എല്ലാവർക്കും മുറിച്ചൊക്കെ കൊടുത്തപ്പോൾ ബാക്കി വരുന്ന കേക്ക് ഞാൻ ഇങ്ങനെ ഇരുന്ന് കഴിച്ച്. അപ്പോൾ ഗൈസ് റിസൾട്ട് വന്നപ്പോൾ എല്ലാവരും അറിഞ്ഞപ്പോൾ എല്ലാവരും വിഷും കാര്യമൊക്കെ ചെയ്തതിനും അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.